എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ PYQ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോ സെറ്റ് ആസ്പിറൻസിനുള്ളതാണ്. സെറ്റ് ജനറൽ പേപ്പറിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ഇത് സെറ്റുകാർക്ക് മാത്രമല്ല കേട്ടോ, HSA ആസ്പിറൻസിനും യൂസ് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, ഇന്ന ക്വസ്റ്റ്യൻ HSA കാർക്ക് കൂടി യൂസ് ചെയ്യാം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ നോട്ട് ചെയ്തോളൂ. HSAക്കും അതുപോലെ കേട്ടിട്ട് സെറ്റ് പോലുള്ള എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ആദ്യം നടന്ന സെറ്റ് പരീക്ഷയിലെ ജനറൽ പേപ്പറിന്റെ ഭാഗത്തു നിന്നുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് അവസാനത്തെ 3 യൂണിറ്റ്സ്, യൂണിറ്റ് 4, യൂണിറ്റ് 5, യൂണിറ്റ് 6 എന്ന 3 യൂണിറ്റിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളാണ്. 2025 അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഉപകാരപ്രദമായിരിക്കും. ഒരു വട്ടമെങ്കിലും നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. നോക്കിക്കേ, 2025 ജാനുവരിയിൽ ചോദിച്ച ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റ് വിച്ച് ഔട്ട്ലൈൻസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി, അല്ലെ, സൗന്ദര്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില് രാമായണ, മഹാഭാരത, നാട്യശാസ്ത്ര, അർത്ഥശാസ്ത്ര, ഇതിൽ ഏതാണ് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുള്ളത്? അപ്പം നമുക്ക് പലപ്പോഴും രാമായണം, മഹാഭാരതം എന്നൊക്കെ പറയുന്നത് ഭംഗിയേക്കാൾ ഉപരി നമ്മുടെ എന്താ പറയുക, ഒരു ട്രഡീഷൻ റിലേറ്റഡ്, നമ്മുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഇതില് എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ, രസ, നവരസ എന്നൊക്കെ പറയാറില്ലേ, അതെല്ലാം എന്താണ്? ഭംഗിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വേർഡ്സ് ആണ്. അപ്പൊ അതെവിടെ കിടക്കുന്നുണ്ടാവുക? നാട്യശാസ്ത്രയിലാണ്. ഓക്കെ, ഇത് അത്ര അങ്ങോട്ട് വലിയ ഒരുപാട് വട്ടം ചോദിച്ചൊരു ചോദ്യമൊന്നും അല്ല, പക്ഷെ 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി, who among the following is famous for compilation of poetic verses Geetanjali reflecting elements of Indian aesthetics? ഇത് ഗീതാഞ്ജലി എന്ന് പറയുമ്പോൾ തന്നെ വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് നേരിട്ട് ആൻസറിലോട്ട് പോകാം. എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. Third question, the stage of psychosocial development that takes place during young adulthood according to Erickson's theory. അപ്പം ഇത് ശരിക്കും പറഞ്ഞ, ഞാൻ പറഞ്ഞു, ജനറൽ പേപ്പർ, സെറ്റ് ജനറൽ പേപ്പറിൽ എത്രയോ വട്ടം ചോദിച്ചൊരു ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ HSA ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം എറിക്സൺ എന്നുള്ള ഒരു വ്യക്തിയെ സ്പെസിഫൈ ചെയ്ത് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയാ, ചില സ്ഥലത്തൊക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പം LP-UP എക്സാമുകളിലൊക്കെ ഇത് കയറി വന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ, കേട്ടിട്ടിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ HSAക്ക് ചിലപ്പോ വന്നുകൂടായികയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. നമുക്ക് എറിക്സന്റെ തിയറി പ്രകാരം അതിനൊരു ഏകദേശം 8 സ്റ്റേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇൻഫാൻസി, അതായത് ജനിച്ച് 1 വർഷത്തിനകത്ത് വരുന്നതാണ്. അവിടെ ആ ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് എറിക്സൺ എല്ലാം പറയുന്നത്. ഒരു കോൺഫ്ലിക്റ്റിലൂടെയാണ്. എന്താണെന്ന് വെച്ചാൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 0 to 1 year വരെയുള്ള കുഞ്ഞുങ്ങള് അമ്മയുടെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളെ മാറ്റുന്ന സമയത്ത് കുഞ്ഞ് എന്ത് ചെയ്യും? വല്ലാതെ ബഹളം വെക്കൂ, അല്ലെ? ചിലര് കുഞ്ഞുങ്ങൾ ഭയങ്കര കരയും, ചിലര് വല്ലാതെ എന്താ പറയാ, വയലന്റ് ആവും, അല്ലെ കുട്ടികള്. അതൊക്കെ എന്താണ്? അതായത് അവർക്ക് അവിടെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ്. അതായത് അമ്മ അടുത്തുനിന്ന് പോകുമ്പോ കുഞ്ഞിനൊരു ഭയം ഉണ്ടാവുകയാണ്. അതായത് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്, ബാക്കിയുള്ളവരെ അറിയാത്തത് കൊണ്ടൊക്കെ കുട്ടികൾക്ക് എന്താണ്, അവിടെ ഒരു ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നുള്ള ബേസിക് കോൺഫ്ലിക്റ്റ് ആണ് സംഭവിക്കുന്നത്. 1 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ കാണാൻ സാധിക്കുക. അപ്പൊ എന്താ റീസൺ എന്ന് മനസ്സിലായല്ലോ. അതായത് അമ്മ പോകുമ്പോ കുട്ടിക്ക് ഒരു ഭയം ഉണ്ടാവുന്നത്, ആ ഭയം ഉണ്ടാവുന്നത് ഏതിൽ നിന്നാണ്? ഒരു വിശ്വാസമില്ലായ്മയിൽ നിന്നാണ്. തിരിച്ച് അമ്മയെ കാണുമ്പോൾ കുഞ്ഞ് എന്ത് ചെയ്യും? അതിയായ സന്തോഷത്തോടു കൂടി അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പം ഇൻഫാൻസി അല്ലെങ്കിൽ 0 to 1 year കുട്ടികൾ അനുഭവിക്കുന്ന എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഇനി 1 മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അവിടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആണ്. എന്താന്ന് വെച്ചാൽ 1 മുതൽ 3 വയസ്സുള്ള വരെയുള്ള കുട്ടികള് കുറച്ച് കാര്യങ്ങള് സ്വന്തമായിട്ട് എന്ത് ചെയ്യും? തനിയെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാവും. പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു സമയമാണ് ഈ പീരീഡ് എന്ന് പറയുന്നത്.
ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്ക് ഒരു സദസ്സിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ മുന്നിൽ നിന്ന് ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ലഭിച്ചു വരുന്ന സമയത്ത് തന്നെ കൺട്രോൾ ഇല്ലാതെ യൂറിൻ പാസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും മോഷൻ പോവുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വല്ലാത്തൊരു ഷെയിം ഫീൽ വരും അല്ലെ? അത് കുട്ടികളെ വല്ലാതെ അതായത് അവർക്ക് ആ ഒരു സമയത്ത് അവർ ഫീൽ ചെയ്യുന്നത് ഒന്നുകിൽ ചിലപ്പോൾ സംശയമായിരിക്കും, അയ്യോ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു നാണക്കേട് പോലെ തോന്നുന്നുണ്ടാവും. ആണ് എന്ത് ഓട്ടോണമി വേഴ്സസ് ഷെയിം എന്ന് പറയുന്നത്. അത് 1 to 3 ഇയേഴ്സിനകത്താണ് വരുന്നത്. ഇനി പ്ലേ ഏജ് ഉണ്ട്. എന്താണ് 3 to 6 ഇയേഴ്സ് ആണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ ഒരു 3 to 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും കുട്ടികൾ കളിക്കാൻ തുടങ്ങുന്ന പ്രായം അല്ലെ? തനിച്ചാണെങ്കിലും കൂട്ടമായിട്ടും തനിച്ച് എന്നതിനേക്കാൾ കൂടുതൽ കുറച്ച് അവരുടെ പിയർ ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ കളിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ്. സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ പ്രായത്തിലൊക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാല് കളിക്കാൻ പോകാൻ വലിയ ഉത്സാഹമായിരിക്കും അല്ലെ? ഞാൻ പോവാണ്, ഞാൻ ഇങ്ങനെ വലിയ ബഹളമൊക്കെ ഇട്ട് വലിയ സന്തോഷത്തിൽ പോകുന്നുണ്ടാവും. ചില കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പോയി ഒരു വിത്തിൻ 5 to 10 മിനിറ്റ്സിനകത്ത് ആള് വല്ലാതെ ദേഷ്യപ്പെട്ട് തിരിച്ചു വരും. എന്തായിരിക്കും? അതായത് പോകുന്ന സമയത്ത് അവര് സ്വന്തമായിട്ട് കാണുന്ന അവര് വലിയ സംഭവമാണ്. അവര് ഞാൻ പറയുന്ന പോലെ കളിക്കണം, ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ എല്ലാം ഞാനാണ്, അതായത് ഞാൻ ഇനീഷ്യേറ്റ് ചെയ്യണം, എന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് പറയും. പക്ഷെ അവരെക്കാളും കുറച്ച് വലിയ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് നടക്കാതെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് അവിടെ എന്തുണ്ടാവും? ഒരു ഗിൽറ്റി ഫീൽ. ഗിൽറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അവര് ഉദ്ദേശിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്ത സമയത്ത് അല്ലെ? അതാണ് പറയുന്നത്. ആ ഇനീഷ്യേറ്റ് ചെയ്യുന്നതൊരു സംഭവം അവർക്കുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് സംഭവിക്കും? അത് സക്സസ് ആയില്ലെങ്കിൽ അവർക്കൊരു ഗിൽറ്റ് ഫീൽ ആണ്. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു സ്കൂൾ ഏജ് എന്ന് പറയുന്നത് 7 to 11 ഇയേഴ്സ് ആണ്. അവിടെ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയാരിറ്റി. എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയാരിറ്റി പറയുന്നത് അവരവിടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. എപ്പോഴെങ്കിലും അതിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായാൽ അവർക്കൊരു ഒരു ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് അടിക്കുന്ന പോലെ ആയിരിക്കും. എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 7 to 11 ഇയേഴ്സിലുള്ള കുട്ടികൾ അവര് പൊതുവെ പാരന്റ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കും. ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ അച്ഛൻ എന്താ പറയാ വണ്ടിയൊക്കെ കഴുകുവാണെങ്കിൽ അവിടെ ചെന്നിട്ട് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അമ്മയാണ് ചിലപ്പോ ബോയ്സ് തന്നെ അമ്മയെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കും. അവര് വളരെ സന്തോഷത്തോടെ അവർക്ക് പറ്റും, അവരതിന് പ്രാപ്തരാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു, ചിലപ്പോ വണ്ടി കഴുകുന്ന സമയത്ത് എന്തെങ്കിലും സ്ക്രാച്ച് ആവുക അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊട്ടിപ്പോവുക സംഭവിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ആകെ കൂടെ ഒരു വേണ്ടായിരുന്നു അല്ലെ, ഞാനാ പോയിട്ട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പം അത് ഒന്ന് പിന്നോട്ട് വലിക്കും. പിന്നോട്ട് വലിക്കുമ്പോൾ അത് പിന്നീടുള്ള കാര്യങ്ങളിലും അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരാൻ സാധ്യതയില്ല. അതാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയാരിറ്റി എന്ന് പറയുന്നത്. ഇനി അഡോളസെന്റ് പീരീഡ് ആണ്. അഡോളസെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അറിയാലോ, എപ്പോഴും ഡൗട്ട്. അവര് ശരിക്കും നമ്മൾ പറയും ചില സിറ്റുവേഷനിൽ നമ്മൾ അവരെ പറയും നിങ്ങൾ കുട്ടികളൊന്നും അല്ല, വലിയ പിള്ളേരായെന്ന് പറയും അല്ലെ, വലിയ ആളുകളായെന്ന് പറയും. ചില സിറ്റുവേഷനിലാണ് നീ അത്ര വലുതൊന്നും ആയിട്ടില്ല, ഇപ്പോഴും കുട്ടിയാണ്, അങ്ങനെ വലിയ ആളുകളെ പോലൊന്നും പെരുമാറണ്ടെന്ന് പറയും. അപ്പൊ ആക്ച്വലി അവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. അതായത് ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ. ആക്ച്വലി ഞാൻ വലിയ ആളാണോ അല്ല കുഞ്ഞാണോ, അങ്ങനെ അവർക്ക് അവരുടെ ഐഡന്റിറ്റിയിൽ തന്നെ ഒരു സംശയം വരുന്ന ഒരു പ്രായമാണ് ഏത് ഈ ഒരു അഡോളസെന്റ് പീരീഡ്. അവിടുത്തെ ബേസിക് കോൺഫ്ലിക്ട് ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ ആണ്. ഇനി അടുത്തത് ഏർലി അഡൾട്ട്ഹുഡ് ആണ്. അവിടെ എന്താണ്? ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. നോക്കിക്കേ, ഏകദേശം അത് ഏജ് ഗ്രൂപ്പ് ഒക്കെ ചിലപ്പോൾ മാറും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് 18 to 35 തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ 18 to 30 വരും. അത് ഡിപ്പെൻസ് ഓൺ ഓരോ ബുക്കുകളിലും പല ബുക്കിലും പല രീതിയിൽ ഏജ് ഒക്കെ മാറുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കോൺഫ്ലിക്റ്റുകളാണ് ഓർത്ത് വെക്കേണ്ടത്. ഇപ്പൊ ഒരു 19 to 29 അല്ലെങ്കിൽ 19 to 35 തന്നെ ആക്കിക്കോട്ടെ. 19 to 35 ഒക്കെ ആവുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഏർലി അഡൾട്ട്ഹുഡ് ആണ്, ഒരു യൗവനം എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. അവിടെ വരുന്നത് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാള് ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും അല്ലെ. ഒരാൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും ആ ഫാമിലിയുമായിട്ട് നല്ല എന്താ പറയാ നന്നായിട്ട് ഇണങ്ങി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും. ഒരാൾക്ക് അങ്ങനെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഫാമിലി റെഡി ആയില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലോട്ട് കടന്നുപോയി അതൊരു ഫെയിലിയർ ആയി എന്ന് വിചാരിക്കാം അല്ലെ.
അപ്പൊ അവരെന്താ പറയും, ഈ ചുടുവെള്ളത്തിലൊക്കെ വീണ പൂച്ചയെ പോലെ അവരെന്താ വിചാരിക്കാം, ഓ എല്ലാം കണക്കന്നെ, ഇതിലൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ചിലര് അതിനെ മനസ്സിലാക്കും. അവരുടെ ആ ഒരു എന്താ പറയാ മെച്യൂരിറ്റി കൊണ്ട് അവര്, ഓ എനിക്കത് ശരിയായില്ല, അതുകൊണ്ട് അതെല്ലാം തെറ്റാണ് എന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ മെജോറിറ്റി എങ്ങനെയായിരിക്കും, എനിക്കത് ശരിയാവാത്തോണ്ട് ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനി എനിക്ക് അങ്ങനെ ഒരു ലൈഫ് വേണ്ട എന്നൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. അതാണ് എന്ത് പറയുന്നത്, ഇന്റിമേസി വേഴ്സസ് ഐസൊലേഷൻ. സക്സസ് ആയവർക്ക് വളരെ നല്ലതായിട്ട് പോകുന്നുണ്ടാവും, അല്ലാതെ ഒരു ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനി മിഡിൽ ഏജ് ആണ്. മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ ഒരു യൗവനം കഴിഞ്ഞൊരു മധ്യവയസ്കൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരും. അപ്പൊ എന്താണ് അവിടെ കുറച്ചുകൂടി എന്താ പറയാ ലൈഫിനെ മെച്യൂരിറ്റി ഒക്കെ വന്ന് ഒരു എന്താ പറയാ ഒരു ശരിക്കും പറഞ്ഞ ഒരു സെറ്റ് ആയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. അവിടെ എന്തായിരിക്കുന്ന വെച്ചാല് അവിടെ ഒരു സ്വാർത്ഥ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടാവും. ഓ എനിക്ക് എന്റെ കുടുംബത്തിനേക്കാൾ ഉപരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പാരന്റ്സ് ഒക്കെ വരുമ്പോ നമ്മുടെ ഒരു പാരന്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലെവലിലുള്ള ആളുകൾ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ സമീപിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അവിടെ കുറച്ചുകൂടി മെച്യൂരിറ്റി ഉണ്ടാവും. അവിടെ ഒരു എന്താ പറയാ സമൂഹത്തിനും കൂടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ സെറ്റ് ആസ്പിറൻസ് ആണ്, നിങ്ങൾ HSC ആസ്പിറൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ, ഞാൻ നാളെ ഒരു ടീച്ചറായ, ഞാനൊരു അധ്യാപികനോ അധ്യാപികയോ ആയാൽ എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് പേഴ്സണൽ ലൈഫിലോട്ട് മാത്രമല്ല സൊസൈറ്റിയിലേക്ക് കൂടി. പേര് എന്നോട് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിന് പോയപ്പോ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഏകാധ്യാപക വിദ്യാലയത്തിലെ ഒരു അധ്യാപികയായിട്ട്, ഏകാധ്യാപക വിദ്യാലയം എന്ന് പറയുമ്പോൾ ഒരു റൂറൽ ഏരിയയിലുള്ളതാണ്, അവിടെ ഉള്ള കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അവിടെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു സൊസൈറ്റിയാണ്, ആ ഒരു കൂട്ടത്തിലുള്ളവർക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന അതൊക്കെയാണ് സ്വാർത്ഥത മാറി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പെരുമാറുക എന്ന് പറയുന്നത്. ഇനി അതൊന്നും നടന്നില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നേഷൻ ലെവലാണ്. സ്റ്റാഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു, എന്റെ ലൈഫിൽ ഓൾമോസ്റ്റ് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇനിയിപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇല്ല എന്നൊരു സ്റ്റാഗ്നേഷന്റെ അവസ്ഥയിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് അവിടുത്തെ മേജർ കോൺഫ്ലിക്റ്റ്. ഇനി ലാസ്റ്റ് വൺ ഈസ് ഓൾഡ് ഏജ്. ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 65+ ഒക്കെ വരുമ്പോ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്നാണ്. ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പറയല്ലേ, കുഞ്ഞുങ്ങളെ പോലെ ആവുന്ന അവസ്ഥയാണ് ഏറ്റവും ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ പോകുന്ന സമയത്ത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം വേണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇത്തിരി പ്രായമായ ആളുകളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, അവർക്ക് പലർക്കും ഇപ്പോഴും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. ഒരാള് സ്മാർട്ട് ഫോൺ നമ്മളോട് ചോദിക്കുവാണ് ഇങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത്, രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യും. ഈ വയസ്സായ കാലത്ത് ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ആകെ കൂടെ ഒരു വിഷമായിരിക്കും അല്ലെ. ആഗ്രഹം, അവരുടെ വയസ്സ്, അവര് ആ ഒരു ഏജ് ഗ്രൂപ്പിലായപ്പോ ഇത്രയും ടെക്നോളജി വന്നത് അവരുടെ കുറ്റമല്ല അല്ലെ. പക്ഷെ അപ്പോഴും അവര് പഠിക്കണം എന്ന് വിചാരിക്കുന്നത് അവര് ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് തോന്നും, ഇനി എന്താ വയസ്സായി, ഇനിയിപ്പോ എന്ത് കാണാൻ, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയില്ലേ. അതാണ് അവിടെ ഫീൽ ചെയ്യുന്ന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മറിച്ചാണെങ്കിലോ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ സിമ്പിൾ ആന്ന് പറഞ്ഞ് നമ്മള് കുട്ടികൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ, നമ്മളെക്കാളും ടെക്നോളജി കൈകാര്യം ചെയ്യാൻ നമ്മുടെ താഴെയുള്ള നമ്മുടെ മക്കൾക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെയുള്ളൂ നാളെ അവരും നമ്മളോട് ഈ രീതിയിലാണ് സംസാരിക്കുക. അപ്പൊ എന്ത് ചെയ്തു, അവരോട് നമ്മുടെ ആ ഒരു ഓൾഡ് ഏജ് ഈ ഒരു ഗ്രൂപ്പിലുള്ളവരോട് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ വളരെ എന്താ പറയാ ഒരു മുഖമൊന്നും ചുളിപ്പിക്കാതെ അല്ലെങ്കിൽ മുഖം മുഷിയാതെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. അവർക്കൊരു കണ്ടോ വിസ്ഡം, അവിടെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു വിസ്ഡമാണ്. അങ്ങനെ വരുന്നതാണ് അവിടുത്തെ ആ ഒരു കോൺഫ്ലിക്റ്റ്. നന്നായി പോകുന്ന, ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാർദ്ധക്യം എന്ന് പറയുന്നത് നല്ല ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്നവർക്ക് നല്ല എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എത്രയോ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ദ സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് യങ് അഡൾട്ട്ഹുഡ്. യങ് അഡൾട്ട്ഹുഡ് ഞാൻ പറഞ്ഞു, യൗവനത്തിൽ എന്താണ് വരുന്നുണ്ടാവുക,
യൗവനം എന്ന് പറയുമ്പോ എന്താണ് വരുന്നത്? യങ് അഡൾട്ട്ഹുഡില് ഏതാണ് വരുന്നുണ്ടാവുക? പറഞ്ഞേ. വെരി ഗുഡ്. ഏതാണ്? ഇന്റിമേസി വേഴ്സസ് ഐസൊലേഷൻ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? ഇനി ദ സ്പിരിച്വൽ ടീച്ചർ തീർത്ഥങ്കര ഇസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ? തീർത്ഥങ്കരാസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? അതെ, ജൈനീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏകദേശം 24 തീർത്ഥങ്കരാസ് ആണ് ജൈനിസത്തിലുള്ളത് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് അല്ലെ? The philosophy of education which has proposed that senses are the gateways of knowledge. Senses are the gateways of knowledge എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറിലേക്കുള്ള ഒരു കീവേഡ് കിടക്കുന്നുണ്ടാവും. ആലോചിച്ച് നോക്കിക്കേ. സെൻസസ് ആർ ദ ഗേറ്റ്വേ. സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്ത് പഠിക്കുക. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേ, ഫീൽ ചെയ്ത് പഠിക്കുക. എന്താണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, വിച്ച് ഈസ് നാച്ചുറലിസം. ഓക്കെ, സോറി. Next one, the school of psychology which prefers human needs in all aspects. Human needs നെ കുറിച്ച് എല്ലാ രീതിയിലും കൺസിഡർ ചെയ്യുന്ന സ്കൂൾ ഓഫ് സൈക്കോളജി ഏതായിരിക്കും? സിമ്പിൾ ആണ്, ഹ്യൂമാനിസം. ഓക്കെ, ഹ്യൂമാനിസം. ഹ്യൂമാനിസത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ ആരെയൊക്കെ കുറിച്ചാ പഠിക്കുക? കാൾ റോജേഴ്സും ഉണ്ട്, പിന്നെ എബ്രഹാം മാസ്ലോയും ഉണ്ട്. ഇനി a psychological theory that states that a person's personality is determined a set of stable characteristics that are consistent over time. ഇത് ആക്ച്വലി കറക്ഷൻ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് റോങ് ആയിട്ട് കൊടുത്തിട്ട് പിന്നീട് കറക്റ്റ് ചെയ്തതാണ്. ആദ്യം അവർ തന്ന ആൻസർ ടൈപ്പ് അപ്രോച്ച് ആയിരുന്നു. ആക്ച്വലി അത് റോങ് ആൻസർ ആണ്. പിന്നീട് ആൻസർ കീ ചലഞ്ച് ഒക്കെ ചെയ്തപ്പോൾ അത് കറക്റ്റ് ആയി കൊണ്ടുവന്നു. അതായത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തു പോകും. ഒരുപാട് സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകും. അതാണ് അവരുടെ സ്വഭാവമായിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക. അതെന്തായിരിക്കും? അതാണ് ട്രേറ്റ് അപ്രോച്ച്. 3 എണ്ണം ഉണ്ട്. എന്താണ്? കാർഡിനൽ ട്രേറ്റ് ഉണ്ട്, പിന്നെന്താണ്? സെൻട്രൽ ട്രേറ്റ് ഉണ്ട്, സെക്കൻഡറി ട്രേറ്റ് ഉണ്ട്. എല്ലാം പറഞ്ഞു പോവാൻ നമ്മുടെ സമയ പരിമിതി കൊണ്ട് നമുക്ക് പിന്നീട് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. Dash is the process of social, psychological and cultural change that stems from the balancing of two cultures while adapting to the prevailing culture of the society. ഇത് ആക്ച്വലി സോഷ്യോളജിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും കുറെ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് ഇതൊരു ഡെഫിനിഷൻ ആണ്. ഇതിൽ ഒന്നിരിക്കുന്ന ഒരു വേർഡിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. അത് ഏതാണ്? ഫിൽട്രേഷൻ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ഓക്കെ, next one, dash are abilities for adaptive and positive behavior that enable humans to deal effectively with the demands and challenges of life. എന്തായിരിക്കും? ഒരു ലൈഫിലുള്ള കാര്യങ്ങളുമായിട്ട് സെറ്റ് ചെയ്തു പോകുക, അല്ലെങ്കിൽ അവിടെ വേണ്ട ഒരു സ്കിൽ എന്തായിരിക്കും? സോഫ്റ്റ് സ്കിൽ ആണോ, ലൈഫ് സ്കിൽ ആണോ, ടെക്നിക്കൽ സ്കിൽ ആണോ, എസ്തെറ്റിക് സ്കിൽ ആണോ? ലൈഫ് സ്കിൽസ്. നെക്സ്റ്റ് വൺ, ഇത് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് HSI കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The best teaching aid that can be used to teach the process of distribution of electricity from the power station to domestic purposes. എന്താണ്? അതായത് ഒരു ടീച്ചിങ് എയ്ഡ് എന്താണ്? വൈദ്യുതി ഉൽപാദനം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് എയ്ഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, പെഗ് ബോർഡ്സ് ഉണ്ട്, വിവേരിയം ഉണ്ട്, ഡയോറമ ഉണ്ട്, ബുള്ളറ്റിൻ ബോർഡ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? നമുക്ക് അറിയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതില് നമുക്ക് ഒരു എന്താ പറയാ, ഒരു റിയൽ സിറ്റുവേഷൻ അതുപോലെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതല്ല, പക്ഷെ അതിന്റെ ഒരു വർക്കിംഗ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നത് ഏതാണ്? ഡയോറമയാണ്. പെഗ് ബോർഡ്സ് എന്ന് പറഞ്ഞാല് കുറെ പിന്നൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വിവേറിയം എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, വിവേറിയം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുക, ഒരു മ്യൂസിയം എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ എന്താ പറയാ, കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു AV എയ്ഡ്സ് ആണ്. ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കില്ല, ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് അത്രേ ഉള്ളൂ. ഇത് ഡയോറമ എന്നുള്ളത് ഈ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷന് പകരം യൂസ് ചെയ്യുന്നതാണെന്ന് ഓർത്താൽ മതി. The psychological theory of intelligence which describes human intelligence as combinations of operations, contents and products. അതായത് ഈ 3 എണ്ണം വെരി ഇമ്പോർട്ടന്റ്. ഈ 3 ആളും കൂടി വരുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതാണ്?
സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണ്. എന്താണ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിൽ വരുന്നതാണ് ഇത്. ആക്ച്വലി ഇതിൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. അതായത് ഒരാളുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നതിൽ കോഗ്നിറ്റീവ് പ്രോസസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതാണ് ഓപ്പറേഷൻസിൽ വരുന്നത്. കണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെ കിട്ടുന്ന ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇനി അവസാനമുള്ളതാണ് പ്രൊഡക്റ്റ്. ഈ കോഗ്നിറ്റീവ് പ്രോസസ്സിലൂടെ നടന്ന് അതിലൂടെ കുറെ ഇൻഫർമേഷൻസ് എടുത്ത് അവസാനമുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ഇല്ലേ, അതായത് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ഔട്ട്കം ഓഫ് തിങ്കിങ്. ആ തിങ്കിങ് റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് ആണ്. സ്പിയർമാൻസ് തിയറി എന്ന് പറയുന്നത് എന്താണ് ടു ഫാക്ടർ തിയറിയാണ്. അതായത് സ്പിയർമാൻ പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എല്ലാ മനുഷ്യരിലും. ഒന്ന് ജനറൽ ഫാക്ടറും ഒന്ന് സ്പെസിഫിക് ഫാക്ടറും. അതായത് ഒരു പ്രത്യേക കഴിവുള്ളവർക്ക് അതിനുള്ള ഇപ്പൊ പാടാൻ കഴിവുള്ള ഒരാൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഇന്റലിജൻസിന്റെ ഫാക്ടറിനെ കൂടാതെ പാടാനുള്ള കഴിവുള്ള ഒരു ഫാക്ടർ കൂടി ഉണ്ടാവും. അതാണ് സ്പെഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്, അതിൽ ഓരോരുത്തർക്കും ഓരോ ഇന്റലിജൻസ്. സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂപടങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ ഒരു മാപ്പ് നോക്കി മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവാണ്. തേഴ്സ്റ്റൺ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത് അവിടെ പറയുന്നത് മൾട്ടിപ്പിൾ ഫാക്ടർ ഉണ്ട്. ചിലപ്പോ ഒരാളിൽ തന്നെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാവാം എന്നൊക്കെ പറയുന്നതാണ് എന്ത് തേഴ്സ്റ്റൺസിന്റെ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. മറ്റേത് അങ്ങനെയല്ല, ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഇന്റലിജൻസ് ആയിരിക്കും ഒരാളിലേക്ക് വരുന്നുണ്ടാവാം. ഇനി which of the following is an example of phonological development in children? Phonological development in children ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുക എന്നതാണ്. Understanding and using correct word order, developing a vocabulary of words and meanings, acquiring and producing speech sounds correctly, using language appropriately in social situations. നോക്കിക്കേ, ഇപ്പോഴത്തെ കുട്ടികളെ കേട്ടോ, കറന്റ് സിറ്റുവേഷനിൽ പോകുന്ന കുട്ടികൾക്ക് ഫോണിറ്റിക്സ് നന്നായിട്ട് അറിയാം അല്ലെ. എന്താണ് അല്ല ആണ്, അങ്ങനെ പല സൗണ്ടും അല്ലെ. ഇപ്പൊ കറക്റ്റ് എന്താ പറയാ, സോഷ്യൽ മീഡിയയിലൊക്കെ പാരന്റ്സ് ഇടും അല്ലെ, കാങ്ക്രു ആണ് കങ്കാരു അല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ, അതായത് നമ്മള് വർഷങ്ങളായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡ്സിന്റെയും പ്രൊണൗൺസിയേഷൻ അതല്ല എന്ന് പറയുന്ന രീതിയിൽ കുട്ടികൾ അത്രയും വരുന്നത്. അപ്പൊ അതെന്താണ്, അത് ആലോചിച്ചാൽ മതി. ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ കിട്ടും ആൻസർ. ഏതാണ് അക്വയറിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് സ്പീച്ച് സൗണ്ട്സ് കറക്റ്റ്ലി എന്നതാണ് കറക്റ്റ് ആൻസർ. The first education commission after independence is first education commission ഏതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ 1948 കമ്മീഷൻ ആണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നത് 1952 ആണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നത് 1968 ഫസ്റ്റ് വൺ. അത് കഴിഞ്ഞ് 1986 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റീസെന്റ് ആയി വന്നത് 2020 പിന്നെ നാഷണൽ നോളജ് കമ്മീഷൻ വന്നത് 2005 ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി മാച്ച് ദി ഫോളോയിങ്. ഇത് എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ്. ഇതുമായിട്ട് അതായത് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ്. നോക്കിക്കേ, 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ എന്താണ്? 3 years ഡിഗ്രി ഇന്റഗ്രേറ്റിംഗ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ ഏതാണ് ഫസ്റ്റ്, അതായത് 14 അല്ലേ അപ്പൊ എ എന്ന് പറയുന്നത് ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുതലിയാർ കമ്മീഷൻ എന്താണ്? മുതലിയാർ കമ്മീഷൻ ആണ് എന്താണ് 3 year സെക്കൻഡറി ആൻഡ് 4 year ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. ഇനി കോത്താരി കമ്മീഷൻ എന്താണ്? കോത്താരി കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് 3 years ഓഫ് ഡിഗ്രി 4 years ഓഫ് ഹോണർ ഡിഗ്രി സിസ്റ്റം ആണ്. സാം പിട്രോഡ കമ്മീഷൻ ആണ് ഇന്റഗ്രേറ്റിംഗ് സെക്കൻഡറി ആൻഡ് reforms transforms India into നോളേജ് എക്കണോമി എന്നുള്ള നോളേജ് എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ടാണ് സാം പിട്രോഡ കമ്മീഷൻ എന്നുള്ളത്. അപ്പൊ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നോക്കിക്കേ, ഓപ്ഷൻ എ ആണ്. The idea or view that teachers should be responsible and answerable for their teaching practices and the results they achieve with their students is ടീച്ചർ എന്തായിരിക്കും? ടീച്ചർ കോമ്പിറ്റൻസി ആണോ, അക്കൗണ്ടബിലിറ്റി ആണോ, ഓട്ടോണമി ആണോ, പ്രൊഫിഷ്യൻസി ആണോ? അക്കൗണ്ടബിലിറ്റി ആണ് ആൻസർ ആയിട്ട് വരും. അടുത്തത് a process of self evaluation and observation that helps teachers improve their teaching and learning strategies is ഇത് കേട്ടനൊക്കെ ചോദിച്ചിട്ട് പലപ്പോഴും തെറ്റിച്ച ആൻസർ കൊടുക്കും, എന്നിട്ട് പിന്നീട് കറക്റ്റ് ചെയ്യും. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ആണ്. അതായത് ഒരു ടീച്ചറുടെ പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ കുറിച്ച്
സെൽഫ് ഇവാലുവേഷൻ നടത്തുന്ന പരിപാടിയാണ് എന്ത് റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇനി a system of assessment where a teacher compares a student's performance to that of their peers rather than to a predetermined standard is dash grading. ഇതും ഡൗട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഗ്രേഡിംഗിൽ ആക്ച്വലി റിലേറ്റീവും ആബ്സല്യൂട്ട് ഗ്രേഡിംഗും ആണ് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് അസസ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അസസ്മെന്റിൽ നമ്മൾ എന്ത് പറയും? നോം ബേസ്ഡ് അസസ്മെന്റ്, ക്രൈറ്റീരിയൻ ബേസ്ഡ് അസസ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടിയിരുന്നത്. പക്ഷെ LBS കൊടുത്തത് നോം ബേസ്ഡ് ആണ്. എന്താണ് ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം. ഗ്രേഡിംഗ് ആക്ച്വലി 2 ഗ്രേഡിംഗ് ആണല്ലോ, ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിനെ നമുക്ക് റിലേറ്റീവും ആബ്സല്യൂട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ NCERT നമുക്കറിയാം അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന 10ാം ക്ലാസ്സിലെ എക്സാം ആണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ഇപ്പൊ 10th CBSE റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാ സബ്ജക്റ്റിനും അവർ എഴുതിയ എല്ലാ സബ്ജക്റ്റിന്റെയും A1 എന്നുള്ള കാറ്റഗറിയുടെ മാർക്ക് സെയിം ആയിരിക്കില്ല. അത് ആഫ്റ്റർ ദി എക്സാം ആണ് അവർ തീരുമാനിക്കുക. ചിലപ്പോ അവർ ഇംഗ്ലീഷിന്റെ A1ന്റെ ക്രൈറ്റീരിയ 95 ആയിരിക്കും. അതായത് 95ഓ അതിന് എബോവ് കിട്ടിയവർക്ക് മാത്രമായിരിക്കും A1 കിട്ടുക. മാത്സിൽ അത് 90 ആയിരിക്കും. അപ്പൊ 90 or 90 എബോവ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും മാത്സിൽ A1 കിട്ടും. അതായത് അതെങ്ങനെ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ എക്സാം എഴുതിയതിനു ശേഷം ഫുൾ വാല്യുവേഷൻ ചെയ്യും. അതില് എത്ര പേർക്ക് ഈ ഒരു എന്താണ് A1ലേക്ക് വരാം, A1ന് ഇത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കുട്ടികൾ ഉണ്ടാവില്ല, നമ്മൾ എടുത്തു നോക്കും എല്ലാവരും. അവരുടെ കൂടെ എഴുതിയ എല്ലാവരുടെയും നോക്കിയിട്ട് അതിൽ നിന്നും റിലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഏതിൽ നിന്നാണ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് നോക്കുന്നതൊക്കെ ആവറേജ് മാർക്ക് എടുക്കും. അതുപോലെ A1നുള്ള മാർക്ക് എടുക്കും. അതാണ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC എക്സാം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് SSLC എക്സാം എന്ന് പറയുന്നത്? നേരത്തെ കൂട്ടി അറിയാം, എത്ര ടഫ് ആണെങ്കിലും 90 to എബോവ് കിട്ടിയാൽ മാത്രമാണ് ഏത് A1 കിട്ടുക. അത് 99 ആയാലും 100 ആയാലും A1 തന്നെയാണ്. അപ്പൊ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഗ്രേഡിംഗ് ആണ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഇതാണ് ആക്ച്വലി ആൻസർ വരേണ്ടുന്ന റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. പക്ഷെ ഇത് ചാലഞ്ച് ചെയ്തിട്ട് മാറാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ നോം ബേസ്ഡും ക്രൈറ്റീരിയൻ ബേസ്ഡും ഉണ്ട്. നോം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ PSC എക്സാം പോലെ നെറ്റ് എക്സാം പോലെ എല്ലാം എന്താണ്? ഇത് ഒരു നോം ബേസ്ഡ് എക്സാം ആണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതിയിട്ട് നമ്മുടെ പ്ലേസ് നമ്മുടെ പിയർ ഗ്രൂപ്പിന്റെ അവിടെ എത്രാമതാണെന്ന് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഒരു PSC എക്സാം 1000 പേര് എഴുതുന്നു. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ എന്റെ റാങ്ക് 10 ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് 5 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 1000 പേര് നിങ്ങളുടെ കൂടെ എഴുതി നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലുള്ള 1000 പേരിൽ നിന്നും 5ാം സ്ഥാനത്താണ് നിങ്ങൾ ഈ 1000 പേരുമായിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരുമായിട്ട് നിങ്ങൾ മത്സരിക്കുന്നില്ല. അപ്പൊ എക്സാം എഴുതിയവരിൽ നിങ്ങളുടെ സ്ഥാനം എത്ര എന്ന് മനസ്സിലാക്കുന്നതാണ് നോം ബേസ്ഡ്. നെറ്റ് എക്സാമും അതുപോലെയാണ്. എക്സാം എഴുതിയതിനു ശേഷമാണ് അതിന്റെ കട്ട് ഓഫ് തീരുമാനിക്കപ്പെടുന്നത്. ക്രൈറ്റീരിയൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് എക്സാം എടുക്കാം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അതൊക്കെ എന്താണ്? ഈ സെറ്റ് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നും നിങ്ങൾക്കറിയാം ഇന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താലേ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ജനറൽ കാറ്റഗറിയിലാണ്, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ 48 മാർക്ക് വേണം, സെക്കൻഡ് പേപ്പറിൽ 48 മാർക്ക് വേണം. ഗ്രാൻഡ് ടോട്ടൽ ഏകദേശം 116 മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അതാണ് എന്ത് ക്രൈറ്റീരിയൻ ബേസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രീ ഡിറ്റർമൈൻഡ് അല്ലാതെ പിയർ ഗ്രൂപ്പിലുള്ള സ്ഥാനം വെച്ചൊന്ന് ചോദിക്കുമ്പോൾ ഗ്രേഡിംഗ് ആയതുകൊണ്ട് ആക്ച്വലി റിലേറ്റീവ് ആണ് വരേണ്ടിയിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ആൻസർ നോം ബേസ്ഡ് എന്നാണ് LBS കൊടുത്തിരിക്കുന്നത്. A permanent record of learners' education history that includes information about their attendance, test scores, health status and all other health details എന്ന് പറയുന്നത് ഇതിൽ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? അതെ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതായത് നിങ്ങളിപ്പോ ഒരു ക്ലാസ് ഇൻചാർജ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ബുക്കിനെയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയാം. റേറ്റിംഗ് സ്കെയിൽ എന്തായിരിക്കും? റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ക്രൈറ്റീരിയ മെഷർ ചെയ്യുന്നുണ്ട്, അത് എത്ര ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് റേറ്റിംഗ് ഓരോ സ്റ്റാർ കൊടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. അറ്റൻഡൻസ് റെക്കോർഡ് അറിയാം. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ തന്നെ കുട്ടിയുടെ ക്യുമുലേറ്റീവ് റെക്കോർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു കുട്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നു, വല്ല നമുക്ക് ഭയങ്കര
എന്താ പറയാ, ഒരു വല്ലാത്തൊരു അഭിമാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു ഭയം ഉണ്ടാക്കുന്ന പേടി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒരു കുട്ടി പെരുമാറിയാൽ അങ്ങനത്തെ പ്രത്യേക തരം സിറ്റുവേഷനിൽ നടക്കുന്ന സ്വഭാവ സവിശേഷതകൾ നോട്ട് ചെയ്യാനാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നിങ്ങളുടെ കയ്യിലേക്ക് കളഞ്ഞു കിട്ടിയ ഒരു പേഴ്സ് കൊണ്ടുവന്ന് തരികയാണ്. അതിനകത്ത് ഫുൾ ക്യാഷും ഗോൾഡ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ അവിടെ കുട്ടിയുടെ സത്യസന്ധതയാണ്. അപ്പം അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരു ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി വീണ് പരിക്ക് പറ്റുന്നു. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി അതേ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്ത് പോയ ആ കുട്ടിയെ, പരിക്ക് പറ്റിയ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷൻ ആ കുട്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. HSAക്ക് ചോദിക്കാം, കേട്ടറ്റിനും ചോദിക്കാം, സെറ്റിനും ചോദിക്കാം. ഇനി ഐഡന്റിഫൈ ദ റൈറ്റ് ഹൈറാർക്കി ഓഫ് എഡ്ഗർ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. എഡ്ഗർ ഡെയിൽ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കേൾക്കുന്നത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും, കാണുന്നത് കുറച്ചുകൂടി നിൽക്കും അല്ലെ. കേൾക്കും കാണുകയും കൂടി ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കും. അത് വെച്ചിട്ട് ആ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന്റെ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏതാണ് എഡ്ഗർ ഡെയിൽ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസിനാണ് ഏറ്റവും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുക. പിന്നെ കൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്, ഡ്രമാറ്റൈസ്ഡ് എക്സ്പീരിയൻസ്, ഡെമോൺസ്ട്രേഷൻ, സ്റ്റഡി ട്രിപ്പ്, എക്സിബിഷൻ, എഡ്യൂക്കേഷണൽ ടെലിവിഷൻ, മോഷൻ പിക്ചേഴ്സ്, റെക്കോർഡിംഗ് റേഡിയോ, പിന്നെ വിഷ്വൽ സിംബൽസ്, വേർബൽ സിംബൽസ്. ഓക്കെ, അപ്പൊ ഏതായിരിക്കും ആൻസർ? ഈ ഒരു ഓർഡറിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകരുത്, നിങ്ങൾ തനിയെ അത് എഴുതി നോക്കുക, എന്നിട്ട് അത് നിങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ്. ഇത് IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 20th ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആൻസർ LAN ആണ്. എന്താണ് LAN എന്ന് പറഞ്ഞാൽ? എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഒരു ബിൽഡിങ്ങിലൊക്കെ എന്ന് പറയുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് വരിക. WAN എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇനി MAN എന്ന് പറഞ്ഞാൽ എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇനി അടുത്ത എന്താണ്? SAN ആണ്. SAN എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇതാണ് നമുക്ക് 2025 ജനുവരിയിൽ നടന്ന സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ്. ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിട്ടൊക്കെ ചെയ്യും. ഇനി അടുത്ത നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത് സെറ്റ് മാത്സിന്റെ PYQs ആയിരിക്കും. Again HSA ജനറൽ പേപ്പർ, HSA മാത്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും അപ് ടു എക്സാം വരെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.